എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷൻ, ടീം, സ്ഥാനാർത്ഥി, ക്യാമ്പയിൻ ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ അത് മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഈ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതിയൊരു മുല്ലപ്പെരിയാർ ഡാം നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കൂ, സാബുജി പറഞ്ഞ ഒരു കാര്യം ഞാൻ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഈ ശബരി ട്രെയിലിനെ കുറിച്ച്. ഈ നാട്ടിലിപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്? ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, ക്ഷേമ പദ്ധതി പെൻഷനേഴ്സിന് കൊടുക്കാൻ പെൻഷൻ 5-6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് 5 മാസം കഴിഞ്ഞിട്ട്. ഇന്നും കുടിവെള്ള പദ്ധതി, സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത കുടിവെള്ള പദ്ധതി ജൽജീവൻ മിഷൻ 100% സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത കാശ് കൊടുത്തിട്ടും ഇന്നും 32 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 6000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ എറിയേഴ്സാണ്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ 100 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ 92% രൂപ പോകുന്നത് കടം, പലിശ, പെൻഷൻസ്. അപ്പോൾ 8 രൂപ, എല്ലാ 100 രൂപയിൽ നിന്ന് 8 രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ കയ്യിൽ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഇപ്പോൾ കേരള ബഡ്ജറ്റ് നിങ്ങൾ വായിച്ചാലും 2014 കോൺഗ്രസിൻ്റെ ബഡ്ജറ്റ്, UPA ബഡ്ജറ്റ് വായിച്ചാൽ രണ്ടും ഒരേപോലെ തന്നെ. കാരണം അവിടെയും നശിപ്പിച്ചു വെച്ച് 10 കൊല്ലം കഴിഞ്ഞ് ഇക്കോണമി നശിപ്പിച്ചു വെച്ച UPA സർക്കാർ 10ാമത്തെ കൊല്ലം ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇവർക്ക് ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ സ്ഥിതി മാറ്റിയില്ലെങ്കിൽ നാടിൻ്റെ ഭാവി, ഞാൻ തകർന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു കാശും ഇനി ഉണ്ടാവില്ല. കടം വാങ്ങിച്ച് ഒരു ഡെറ്റ് ട്രാപ്പിലാണ് കേരളത്തിൻ്റെ ഇക്കോണമി. അതിനെ മാറ്റാനാണ് NDAൻ്റെ ഒരു വികസിത കേരളം കാഴ്ചപ്പാട്.